ഞാനാണ് കുഴപ്പക്കാരനെങ്കിൽ എന്നെ ശിക്ഷിക്കട്ടെ. 2019 ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള മറയ്ക്കാനാണ് 2025 PS പ്രശാന്ത് പ്രസിഡന്റായ ദേവസ്വം ബോർഡ് ദ്വാരപാലക പാളി അറ്റകുറ്റപ്പണി നടത്തിയതെന്ന് ഹൈക്കോടതിക്ക് ബോധ്യമായി. സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ പാളി അഴിച്ച് അറ്റകുറ്റപ്പണിക്കും സ്വർണം പൂശാനുമായി ദേവസ്വം ബോർഡ് ചെന്നൈയിലേക്ക് അയച്ചത് ബോധപൂർവമാണെന്ന് ഹൈക്കോടതി കണ്ടെത്തുകയാണ്. പ്രതിസ്ഥാനത്തായ ദേവസ്വം ബോർഡ് നേതൃത്വം തിരുവാഭരണം കമ്മീഷണറെ പ്രതിയാക്കാൻ നീക്കം തുടങ്ങി. സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കേണ്ടത് തിരുവാഭരണം കമ്മീഷണർ റെജിലാൽ ആയിരുന്നുവെന്ന വാദം തയ്യാറാക്കി. ഇപ്പോഴത്തെ തിരിച്ചടി പ്രതീക്ഷിച്ച ദേവസ്വം ബോർഡ് നേതൃത്വം നേരത്തെ തന്നെ കരുനീക്കം തുടങ്ങിയതായി മാതൃഭൂമി ന്യൂസിന് മുൻപ് നൽകിയ അഭിമുഖത്തിൽ വ്യക്തം. സ്പെഷ്യൽ കമ്മീഷണർ അറിയിക്കേണ്ട എന്നുള്ളൊരു തീരുമാനം എന്തുകൊണ്ട് പറ്റിയതാണത്? അല്ല, അത് ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെ തിരുവാഭരണം കമ്മീഷണർ വിശദീകരണം തന്നിട്ടുള്ളൂ. അദ്ദേഹം അത് അറിഞ്ഞില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് അത് അറിവുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നത് ഈ 2023 വന്നൊരു വിധിയാണ്. ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് പറഞ്ഞ ഒരു എക്സ്ക്യൂസായി പറയാൻ പാടില്ല. അതിന് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അത് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അത് സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം പൂശാനുള്ള സാങ്കേതിക വിദ്യയില്ലെന്ന് തിരുവാഭരണം കമ്മീഷണർ പറഞ്ഞതും ആ പറഞ്ഞത് ദേവസ്വം വിജിലൻസ് എഴുതി വച്ചതും തെറ്റാണെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നു. സ്മാർട്ട് ക്രിയേഷനിൽ ഈ പ്ലേറ്റിങ്ങിന് ഒരു ആധികാരികതയില്ല എന്ന പുള്ളിയുടെ ഒരു തെറ്റായ ധാരണയായിരുന്നു. അത് അദ്ദേഹം തന്നെ ക്ലാരിറ്റി ചെയ്തു. അദ്ദേഹം തന്നെ അത് കമ്മീഷൻ ഓഫീസറെ അറിയിക്കുന്നു. അതനുസരിച്ച് കമ്മ്യൂണിക്കേഷൻ നടക്കും. ഒക്ടോബർ 12 ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് പുറത്തുവിട്ട മാതൃഭൂമി ന്യൂസ് ഇപ്പോഴത്തെ നേതൃത്വം ചോദ്യമുന്നയിലാണെന്ന് തുറന്നു കാട്ടിയപ്പോൾ പ്രസിഡന്റ് PS പ്രശാന്ത് രോഷാകുലനായി ന്യായങ്ങൾ നിരത്തി. വിടരുതെന്നുള്ള നിർദ്ദേശം ആരുടെയായിരുന്നു? അല്ലെ, പോറ്റിക്ക് ഉള്ളിൽ കൊടുത്തുവിടുന്നുള്ള എന്റെ നിർദ്ദേശം തന്നെയായിരുന്നു. എന്താ സംശയം? വിജിലൻസ് റിപ്പോർട്ടിൽ ഇതിന് വിരുദ്ധമാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനത്തെ സംശയങ്ങൾ വരുന്നത്. റിപ്പോർട്ടൊന്നും വിജിലൻസ് എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ആ ഉദ്യോഗസ്ഥൻ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് വഴി പറയട്ടെന്നേ, എന്നെ പ്രതിയാക്കട്ടെന്നേ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ വെട്ടിലായതോടെ ഹൈക്കോടതിയിൽ വിശദീകരിക്കാൻ ദേവസ്വം ബോർഡ് നീക്കം തുടങ്ങി. തിരുവാഭരണം കമ്മീഷണറെ പഴിച്ച് തലയുരാൻ ശ്രമിക്കുമ്പോഴും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തവണ സ്വർണം പൂശാനും അറ്റകുറ്റപ്പണിക്കുമായി ചെന്നൈയിൽ അയച്ചതെന്ന കത്ത് വെല്ലുവിളിയാണ്. ഈ പ്രതിസന്ധി മറികടന്ന് ഹൈക്കോടതിയിൽ നിന്ന് ക്ലീൻ ചിറ്റ് നേടുക ബോർഡ് നേതൃത്വത്തിന് എളുപ്പമല്ല. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.